ആത്മമിത്രം ആത്മമിത്രം യേശുയൻ ആത്മമിത്രം. ദൈവത്തിൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ളതായ സ്നേഹവന്ദനം എല്ലാവർക്കും അറിയിച്ചു കൊള്ളുകയാണ്. കഴിഞ്ഞ ദിവസം നാം വീണ്ടും ഒരു പ്രഭാതത്തിങ്കൽ ഇപ്രകാരം ദൈവവചനമായിട്ട് ആയിരിക്കാൻ കർത്താവ് സഹായിച്ചതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ദിവസങ്ങളിൽ നാം പുറപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൽ നിന്നാണ് വലിയവനായ ദൈവം തൻ്റെ മക്കൾക്ക്, ഇസ്രായേൽ മക്കൾക്ക് കൊടുത്തിരിക്കുന്ന കൽപ്പനകൾ, 10 കൽപ്പനകളാണ് നാം ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം 7-ാം വാക്യത്തിൽ നിന്ന് നാം ആ കാര്യം ചിന്തിക്കുകയുണ്ടായി. 3-ാമത്തെ കൽപ്പനയായിരിക്കുന്ന യഹോവയുടെ നാമം വൃഥാ എടുക്കരുത്. വൃഥാ എടുക്കുന്നവർക്ക് ദൈവത്തിൻ്റെ ശാപം വരും എന്നുള്ളതായ കാര്യമാണ് ആ ഭാഗത്ത് നമുക്ക് കാണുവാനായിട്ട് സാധിച്ചത്. ഈ കൽപ്പനയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ചില ആത്മീയ പാഠങ്ങളാണ് നാം ഈ ദിവസം ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. ഒന്നാമതായിട്ട് നമുക്കിതിൽ നിന്ന് ലഭിക്കുന്ന പാഠമെന്ന് പറയുന്നത്, എ ബൈബിൾ നെയിം റിഫ്ലെക്ട്സ് എ പേഴ്സൺസ് ക്യാരക്ടർ. ദൈവവചനത്തിലുള്ളതായ പേരുകൾ ഒരു വ്യക്തിയുടെ സ്വഭാവത്തെ പ്രതിഫലിപ്പിക്കുന്നു. ബൈബിളിൽ പല പേരുകളും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഇന്ന് ഈ ലോകത്തിലുള്ളതായ പുതിയ പേരുകൾ, അത് രണ്ടും തമ്മിലുള്ളതായ വ്യത്യാസം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇന്ന് ഈ യുഗത്തിൽ ഉള്ളതായ പേരുകൾ ഒരു വ്യക്തിയെ തിരിച്ചറിയുവാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്നതാണ്. അല്ലാതെ അതിൽ നിന്ന് യാതൊരു രീതിയിലുള്ളതായ ആത്മീയാർത്ഥമോ ഒന്നും തന്നെ മാതാപിതാക്കൾ സാധാരണ കുഞ്ഞുങ്ങളുടെ പേരുകൾ ഇടുന്നതായ സമയത്ത് ചിന്തിക്കാറ് പോലും ഇല്ല. ഒരിക്കലും ആ കുഞ്ഞുങ്ങൾ എപ്രകാരമായിരിക്കണം എന്നുള്ള രീതിയിൽ അർത്ഥവത്വത്തോടു കൂടിയതായ പേരുകൾ ഈ ദിവസങ്ങളിൽ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുകയില്ല. എന്നാൽ ഇംഗ്ലീഷിൽ നാം ഗോഡ് എന്ന് പറയുമ്പോൾ, ദൈവം എന്ന് പറയുമ്പോൾ, അതൊരു സൂപ്പർ നാച്ചുറലാണ്, സാധാരണ വ്യക്തിയിൽ നിന്ന് വ്യത്യസ്തമാണ് എന്ന് മാത്രം മനസ്സിലാക്കുവാൻ വേണ്ടിയാണ് ദൈവം എന്ന പേര് സാധാരണ ഉപയോഗിക്കാറുള്ളത്. എന്നാൽ വേദപുസ്തകത്തിൽ പറയുന്നതായ പേരുകൾ അത് തിരിച്ചറിയേണ്ടതിനു വേണ്ടി മാത്രമല്ല, അവരുടെ ജീവിതം എന്താണ് എന്ന് മനസ്സിലാക്കേണ്ടതിലൂടെയായിരുന്നു ആ പേരുകൾ കൊടുത്തിരിക്കുന്നത്. സദൃശവാക്യം 22-ാം അധ്യായം 1-ാം വാക്യത്തിൽ നാം കാണുന്നത്, ഒരു നല്ല പേര് അത് അനേക സ്വത്തിനേക്കാൾ അഭികാമ്യമാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതായത് പേര് എന്ന് പറയുമ്പോൾ അവിടെ നാം കാണുന്നത് സ്വഭാവമാണ്. ആ സ്വഭാവത്തെ കാണിക്കുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ദൈവവചനത്തിൽ പലയിടങ്ങളിൽ കാണുവാനായിട്ട് സാധിക്കും, ദൈവം പലരുടെയും പേരുകൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട് എന്ന്, മാറ്റിയിട്ടുണ്ട് എന്ന്. ദൈവം ബൈബിളിൽ പേരുകൾ മാറ്റുക എന്ന് പറയുന്നതിലൂടെ നമുക്ക് ചിന്തിക്കുവാനായിട്ട് സാധിക്കുന്നത്, ദൈവം ആ വ്യക്തികളെ വ്യത്യാസപ്പെടുത്തി എന്നുള്ളതാണ്. ഉദാഹരണമായിട്ട് അബ്രഹാം എന്നായിരുന്നു പേര്, പിതാവ് എന്ന് മാത്രം. എന്നാൽ പിന്നെ അബ്രഹാം എന്നാക്കിയപ്പോൾ അത് അനേക ജാതികളുടെ പിതാവ് എന്ന് പേര് മാറ്റുകയുണ്ടായി.
ദൈവത്തിൻ്റെ ആ വിശ്വാസത്തിലൂടെയും ദൈവമാണ് ഏറ്റവും മേലാധികാരി എന്നുള്ളതായ കാര്യങ്ങൾ അബ്രഹാമിൻ്റെ ജീവിതത്തിൽ താൻ മനസ്സിലാക്കിയപ്പോൾ ദൈവം അബ്രഹാമിൻ്റെ ജീവിതത്തെ പേരിനെ മാറ്റി എന്ന് പറഞ്ഞാൽ അവൻ്റെ ആളിനെ മാറ്റി എന്നാണ്. അതുപോലെ തന്നെ യാക്കോബ് ഉപായി എന്നാണ്, കുതുകാൽ പിടിച്ചവൻ. എന്നാൽ ദൈവം യാക്കോബിൻ്റെ പേര് ഇസ്രായേൽ എന്നാക്കി, ദൈവത്തിൻ്റെ പ്രഭു. അതുപോലെ തന്നെ പത്രോസിനെ പറ്റി നാം കാണുന്നത് സൈമൺ എന്നായിരുന്നു. എന്നാൽ ആ സൈമൺ ഗോഡ് ഹാസ് ഹേഡ്, ദൈവം കേട്ടു, വീണ്ടും അത് പീറ്റർ എന്നാക്കി. പീറ്റർ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം പാറക്കഷ്ണം, കല്ലുകൾ. വലിയവനായ കർത്താവായ യേശു ക്രിസ്തു പാറയാണ്. ആ പാറമേൽ കല്ലുകൾ വെച്ച് സഭയെ പണിയുന്നത് ആണ് അവിടെ കാണിക്കുന്നത്. തൻ്റെ ജീവിതത്തിലും അനേക തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ദൈവം അതൊക്കെ ക്ഷമിച്ച് ദൈവം താനെ ദൈവത്തിൻ്റെ സഭയുടെ സൃഷ്ടിക്ക് ആരംഭമായിട്ട് അത് ഉപയോഗിക്കുകയുണ്ടായിരുന്നു. പിന്നെ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് വലിയവനായ ദൈവം വരും ദിവസത്തിൽ നമുക്ക് ഒരു പുതിയ പേര് തരും. ഓരോ വിശ്വാസികൾക്കും ദൈവം ഒരു പുതിയ പേര് കൊടുക്കും. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 17-ാമത്തെ വാക്യത്തിൽ നാം കാണുന്നത്. നമുക്കറിയാം, ദൈവം ആദാമിന് പേര് കൊടുത്തപ്പോൾ അതിനുശേഷം ആദാമാണ് ഓരോ സൃഷ്ടികൾക്കും പേരുകൾ കൊടുത്തത്. അത് കാണിക്കുന്നത് ആദാമിന് ആരുടെ പേര് കൊടുത്തുവോ അതിൻ്റെ മേൽ വലിയ ഒരു അധികാരം ഉണ്ട് എന്ന് കാണിക്കുകയായിരുന്നു. അപ്പോൾ നമുക്ക് വലിയവനായ ദൈവം പുതിയ പേരുകൾ തരുമ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് വലിയവനായ ദൈവത്തിന് നമ്മുടെ മേൽ അധികാരം ഉണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് ദൈവം തരുന്ന ആ പുതിയ പേരനുസരിച്ച് നാം ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുമ്പോൾ നാം ക്രിസ്ത്യാനികളാകുന്നു, നാം വിശ്വാസികളാകുന്നു. അതുകൊണ്ട് ക്രിസ്തുവിനെ അനുഗമിക്കുന്നവരും ക്രിസ്തുവിനെ വിശ്വസിക്കുന്നവരും ആയിരിക്കണം നമ്മുടെ ജീവിതത്തിലൂടെ പോകുവാൻ. അപ്പോൾ ദൈവം നമുക്ക് തരുന്ന ആ പേരനുസരിച്ച് നമുക്ക് വരും ദിവസങ്ങളിൽ ജീവിക്കുവാൻ വലിയവനായ ദൈവം ഈ വാക്കുകൾ മുഖാന്തരം നമ്മെ സഹായിക്കട്ടെ. അവൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആത്മമിത്രം